നമസ്കാരം. ആർക്കും കണക്ക് കൂട്ടാൻ കഴിഞ്ഞിരുന്നില്ല കാത്തിരിക്കുന്ന ജനതയുടെ മനസ്സ്. 102 വയസ്സ് വരെ ജീവിച്ചിരുന്ന VS അച്യുതാനന്ദൻ അടുത്ത തലമുറയ്ക്ക് ഇനിയും ആവേശമാകും. പ്രായം മറന്നും ഈ നേതാവിനെ അവസാനമായി നെഞ്ചിലേറ്റാൻ മലയാളികൾ ഓടിയെത്തി. MLA ആയി തിരുവനന്തപുരത്തെത്തിയ VS 5 പതിറ്റാണ്ട് നിറഞ്ഞത് തിരുവനന്തപുരത്താണ്. ചങ്കിലെ റോസാപ്പൂവായി VS മാറിയത് ഈ കർമ്മമണ്ഡലത്തിലെ നിലപാട് വിശദീകരണത്തിലൂടെയാണ്. ഇടയ്ക്കിടെ മഴ പെയ്തെങ്കിലും VSന്റെ അന്ത്യയാത്രയിൽ തിരുവനന്തപുരം ദുഃഖം കടിച്ചമർത്തി. ശാന്തമായ പ്രകൃതി VSനെ തിരുവനന്തപുരത്ത് നിന്നും യാത്രയാക്കി. ഉള്ളൂരിൽ കണ്ട ആയിരങ്ങൾ കഴക്കൂട്ടത്തെത്തിയപ്പോൾ ജനക്കൂട്ടമായി മാറി. ആറ്റിങ്ങിലും കല്ലമ്പലത്തും അടക്കം VSനെ കാത്ത് മണിക്കൂറുകൾ അനുയായികൾ കാത്തിരുന്നു. അവരെല്ലാവരും VSനെ നേരെ കണ്ടില്ല. കണ്ടെന്ന് വരുത്തി വിപ്ലവ മുദ്രാവാക്യം വിളിച്ച് അവർ വീട്ടിലേക്ക് പോയി. തൊഴിലാളി പോരാട്ടങ്ങളുടെ മണ്ണായിരുന്നു കൊല്ലം. ആലപ്പുഴക്കാരന്റെ യുവസമരവീര്യം അടുത്തറിഞ്ഞ മണ്ണ്. കശുവണ്ടി തൊഴിലാളികളുടെ ആശകൾക്ക് വേണ്ടി പോരാട്ടം നയിച്ച നേതാവ്. കൊല്ലത്ത് പ്രകൃതിക്കും വേദന കടിച്ചമർത്താൻ കഴിഞ്ഞില്ല. ആ ദുഃഖം മഴയായി പെയ്തിറങ്ങി. അപ്പോഴും ജനം വഴിയോരത്ത് കാത്തുനിന്നു. സഖാവിനെ കണ്ട് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചു. ഇനി ആലപ്പുഴയാണ് സഖാവിനെ ലോകത്തിന് നൽകിയ മണ്ണ്. കരഞ്ഞു തളർന്നാണ് അവർ VSനെ ഏറ്റുവാങ്ങാൻ ഒരുങ്ങുന്നത്. തിരുവനന്തപുരവും കൊല്ലവും കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് VS കടക്കുമ്പോൾ തെളിയുന്ന ആ നേതാവിന്റെ ജനപിന്തുണയാണ് എന്തുകൊണ്ട് VSനെ ആർക്കും മൂലയ്ക്കൊതുക്കാൻ കഴിഞ്ഞില്ലെന്ന വസ്തുത. അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര 16 മണിക്കൂർ പിന്നിടുമ്പോഴും കൊല്ലം ജില്ലയിൽ തുടരുന്നുവെന്ന യാഥാർത്ഥ്യം CPMനും അമ്പരപ്പായി. 6:30 കരുനാഗപ്പള്ളിയിലാണ് വിലാപയാത്ര എത്തിയത്. പുലർച്ചെ 6 മണിക്കും കൊല്ലം ജില്ല കടക്കാൻ വിലാപയാത്രയ്ക്ക് സാധിച്ചില്ല. കനത്ത മഴയും പ്രതികൂല സാഹചര്യങ്ങളുമെല്ലാം അവഗണിച്ച് അഭൂതപൂർവമായ ആൾക്കൂട്ടമാണ് VSന് യാത്രയപ്പ് നൽകാൻ എത്തുന്നത്. കൊല്ലം ജില്ലയിലുടനീളം കനത്ത മഴയെയും അവഗണിച്ച് മുദ്രാവാക്യങ്ങളുമായി നിരവധി പേരാണ് വഴിയരികിൽ പ്രിയ സഖാവിനെ അവസാനമായി കാണാനെത്തിയത്. ഓച്ചിറയിൽ കൂടി പൊതുദർശനത്തിന് അവസരമൊരുക്കി വിലാപയാത്ര VSന്റെ സ്വന്തം മണ്ണായ ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കുമ്പോൾ വേദന അണപൊട്ടി. ചൊവ്വാഴ്ച 2 മണിക്ക് ശേഷമാണ് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന് വിലാപയാത്ര പുറപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ പുന്നപ്രയിലേക്ക് ഏകദേശം 151 കിലോമീറ്ററാണ് ദൂരം. എന്നാൽ വഴിയിലുടനീളം ജനസാഗരം തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നതിനാൽ വിലാപയാത്ര രാത്രി ഏറെ വൈകി. നേരം പുലർന്നിട്ടും വിലാപയാത്രയ്ക്ക് ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കാനായില്ല. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് വിലാപയാത്രയെ അനുഗമിക്കുന്നത്. പ്രിയ നേതാവിനെ അവസാനമായി കാണാനായി റോഡിന് ഇരുവശങ്ങളിലും വൻ ജനക്കൂട്ടമാണ് ഉണ്ടായത്. കനത്ത മഴയായിരുന്നു രാത്രിയിൽ. അതിനെ അവഗണിച്ചും ആബാലവൃദ്ധം ജനങ്ങൾ അവസാനമായി ഒരു നോക്ക് കാണാനായി വഴി നിറയെ കാത്തുനിന്നു. വിലാപയാത്ര 16 മണിക്കൂറിൽ പിന്നിട്ടത് 92 കിലോമീറ്ററാണ്. രാത്രി 9 മണിയോടെ പുന്നപ്രയിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും VSനോട് വൈകാരികമായി ബന്ധമുള്ള ജനം അതെല്ലാം അട്ടിമറിച്ചു. രാവിലെ 9 മണിക്ക് എത്തുമെന്നായി പിന്നെയുള്ള കണക്കൂട്ടൽ. അതും തെറ്റി. പുന്നപ്രയിലെ വീട്ടിൽ നിന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വെക്കും. തുടർന്ന് ആലപ്പുഴ പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാകും. വൈകിട്ട് വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം നടത്തുക എന്നാണ് തീരുമാനം. ഈ സമയക്രമത്തെയെല്ലാം ഞെട്ടിക്കുന്നതാണ് VSന് വഴിനീളെ കിട്ടിയ അംഗീകാരം. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നിന്ന് പുറപ്പെട്ട പ്രയാണം കഴക്കൂട്ടം വരെയുള്ള 14 കിലോമീറ്റർ താണ്ടാനെടുത്തത് 5 മണിക്കൂറാണ്. ആറ്റിങ്ങിലെത്തിയതോടെ ചിത്രമാകെ മാറി. പാതിരാവിന്റെ മയക്കവും മറന്ന് ജനം തിളച്ചു മറിഞ്ഞു. VSന് ജനങ്ങൾ നൽകിയ സ്നേഹാദരങ്ങളുടെ നേർക്കാഴ്ചയായി ആലപ്പുഴയിലേക്ക് പുറപ്പെട്ട വിലാപയാത്ര. പാതയോരത്തും ഫ്ലൈ ഓവറിന് മുകളിലുമൊക്കെയായി വിപ്ലവ സൂര്യനെ ഒരു നോക്ക് കാണാൻ രൂപപ്പെട്ട മനുഷ്യക്കോട്ട നീണ്ടുപോയി. രാത്രി വൈകിയും ഓരോ പോയിന്റിലും കാത്തുനിന്നത് വൻ ജനക്കൂട്ടമായിരുന്നു. തലസ്ഥാന ജില്ലയും വിട്ട് കൊല്ലം അതിർത്തി കടന്നതോടെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമായിരുന്നു ജനപ്രവാഹം. കണ്ണും കരളുമായ VSന്റെ വിലാപയാത്രയെ കാൽനടയായി അനുഗമിക്കാൻ അണിനിരുന്നതും ആയിരങ്ങളാണ്. VSന്റെ മൃതദേഹം ആദ്യം പുന്നപ്ര പറവൂരിലെ വീട്ടിലാണ് എത്തിക്കുക.